കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യയാത്ര അനുവദിക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി തോന്നാമെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണത്തിലൂടെ ഇതിനെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ നിക്ഷേപമാക്കി മാറ്റാൻ കഴിയും. കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഒന്നിത് ഖജനാവ് മുടിക്കുന്ന സൗജന്യ യാത്രയാണെന്ന വാദം, രണ്ടിത് സ്ത്രീ ശാക്തീകരണത്തിനും വിപണി ഉണർവിനും കാരണമാകുമെന്ന അനുകൂല നിലപാട്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ജനങ്ങളുടെ കൈകളിൽ പണം എത്തിക്കുകയും അവരെ കൊണ്ട് അത് ചെലവഴിപ്പിക്കുകയും ചെയ്യുക എന്നത് വിപണിയെ മന്ദഗതിയിൽ നിന്ന് രക്ഷിക്കാനുള്ള മികച്ചൊരു മാർഗമാണ്. വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് പ്രതിവർഷം ഏതാണ്ട് 800 കോടിയോളം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ തുക താങ്ങാൻ കഴിയില്ല. ഇവിടെയാണ് സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ആവശ്യമായി വരുന്നത്. കെ.എസ്.ആർ.ടി.സിക്ക് ഉണ്ടാകുന്ന ഈ നഷ്ടം സർക്കാർ സബ്സിഡിയായി കൃത്യസമയത്ത് നൽകണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ശമ്പള വിതരണവും ഡീസൽ അടിക്കുന്നതുമടക്കം കെ.എസ്.ആർ.ടി.സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിക്കും. ടിക്കറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. കൂടുതൽ യാത്രക്കാർ ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങുന്നതോടെ കോർപ്പറേറ്റ് കമ്പനികൾ പരസ്യങ്ങൾക്കായി കെ.എസ്.ആർ.ടി.സിയെ സമീപിക്കും. ഇത് കെ.എസ്.ആർ.ടി.സിക്ക് ഒരു അധിക വരുമാന മാർഗമായി മാറും. സ്ഥിരമായി ജോലിക്ക് പോകുന്നവരും പഠനത്തിനായി യാത്ര ചെയ്യുന്നവരുമായ വലിയൊരു വിഭാഗം സ്ത്രീകൾ കേരളത്തിലുണ്ട്. ഇവർക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതിലൂടെ ദിവസവും 50 മുതൽ 100 രൂപ വരെ യാത്രാക്കൂലി ഇന്ധനത്തിൽ ലാഭിക്കാൻ കഴിയും. ഒരു മാസത്തിൽ ഇത് 3000 രൂപയോളം വരും. ഇടത്തരം സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ തുക വലിയൊരു ആശ്വാസമാണ്. ഈ തുക സ്ത്രീകൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചു വെക്കാൻ സാധ്യത കുറവാണ്. മറിച്ച് കുടുംബത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കോ വസ്ത്രങ്ങൾ വാങ്ങാനോ ഹോട്ടൽ ഭക്ഷണത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വേണ്ടി അവർ ഇത് ചെലവഴിക്കും. സ്ത്രീകൾ വിപണിയിൽ നടത്തുന്ന ഓരോ ഇടപാടിൽ നിന്നും GST ഉൾപ്പെടെയുള്ള നികുതികൾ സർക്കാരിലേക്ക് എത്തും. അതായത് ഒരു വഴിക്ക് സർക്കാർ നഷ്ടപ്പെടുത്തുന്ന പണം മറ്റൊരു വഴിയിലൂടെ നികുതി വരുമാനമായി ഖജനാവിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. യാത്ര സൗജന്യമാകുന്നതോടെ സ്ത്രീകൾക്ക് നഗരങ്ങളിലേക്കും ടൂറിസം കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കും. ഇത് പ്രാദേശിക വിപണിയെയും ടൂറിസം മേഖലയും സജീവമാക്കും. കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ, ചെറുകിട വ്യാപാരികൾ, തെരുവ് കച്ചവടക്കാർ എന്നിവർക്കെല്ലാം ഈ ജനമുന്നേറ്റം ഗുണം ചെയ്യും. വാരാന്ത്യങ്ങളിൽ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സ്ത്രീകൾ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത് വർദ്ധിക്കും. ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഹോം സ്റ്റേകൾ, റെസ്റ്റോറന്റുകൾ എന്നിവർക്കെല്ലാം ഇതുവഴി പുതിയ വരുമാന മാർഗം തെളിയും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് അത് പരിസ്ഥിതിയിലും ഗതാഗത സംവിധാനത്തിലും ഉണ്ടാക്കുന്ന ഗുണപരമായ മാറ്റങ്ങൾ. നഗരങ്ങളിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായി 1-2 പേർ മാത്രമായി കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും പോകുന്ന പ്രവണത കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. യാത്ര പൂർണ്ണമായും സൗജന്യമാകുന്നതോടെ ഇവർ സ്വന്തം വാഹനങ്ങൾ വീട്ടിൽ വെച്ച് കെ.എസ്.ആർ.ടി.സിയെ ആശ്രയിക്കാൻ തയ്യാറാകും. റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയുന്നത് വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ടൗണുകളിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകൾക്കും ഇത് വലിയൊരു പരിഹാരമാകും. വലിയ നഗരങ്ങളിലെ റോഡുകൾക്ക് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. എത്ര നല്ല പദ്ധതിയാണെങ്കിലും അതിന്റെ നടത്തിപ്പിൽ കൃത്യമായ ആസൂത്രണം ഇല്ലെങ്കിൽ അത് വൻ പരാജയമായി മാറും. ഇതിനായി സർക്കാർ ചില കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. ഏതെല്ലാം റൂട്ടുകളിലാണ് സ്ത്രീ യാത്രക്കാർ കൂടുതലുള്ളതെന്ന് കൃത്യമായി പഠിക്കണം. ആവശ്യത്തിന് ബസ്സുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ പുതിയ സർവീസുകൾ ആരംഭിക്കണം. കൂടുതൽ സ്ത്രീകൾ എത്തുന്ന ബസ് സ്റ്റാൻഡുകളിൽ വൃത്തിയുള്ള വിശ്രമമുറികൾ, ശൗചാലയങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമാക്കണം. ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യവിലോപം കാണിച്ചാലോ കൃത്യമായ സമയത്ത് സർവീസുകൾ നടത്താതിരുന്നാലോ പദ്ധതി വലിയ നഷ്ടമായി മാറും. പദ്ധതി തുടങ്ങി ആദ്യത്തെ 3 മാസം സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇതിന്റെ വിപുലീകരണത്തെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കുക. മലബാർ മേഖലയിൽ നിലവിൽ ബസ് സർവീസുകൾ കുറവായതിനാൽ അവിടെ കൂടുതൽ ബസ്സുകൾ അനുവദിച്ച് ഈ പദ്ധതി വിജയകരമാക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയേക്കും. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ വാരാന്ത്യ അവധി 2 ദിവസമാക്കുന്ന കാര്യവും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. പ്രവൃത്തി സമയം അല്പം വർദ്ധിപ്പിച്ച് ശനിയാഴ്ച കൂടി അവധി നൽകുന്നതിനെക്കുറിച്ച് ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. 2 ദിവസം തുടർച്ചയായി അവധി ലഭിക്കുന്നതോടെ ജീവനക്കാർക്ക് കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾക്കും വിനോദയാത്രകൾക്കുമായി സമയം കണ്ടെത്താൻ സാധിക്കും. ആളുകൾ വീട്ടിലിരിക്കാൻ പുറത്തിറങ്ങി പണം ചെലവഴിക്കാൻ ഇത് കാരണമാകും. ഇത് ആഭ്യന്തര വിപണിയെ ഉണർത്താൻ സഹായിക്കുന്ന മറ്റൊരു വരുമാന തന്ത്രമാണ്. പുതിയ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കെ.എസ്.ആർ.ടി.സിയിലെ വനിതാ സൗജന്യ യാത്ര എന്നത് കേവലം ഒരു സൗജന്യ പ്രഖ്യാപനമല്ല, മറിച്ച് വിപണിയിലേക്ക് പണം ഒഴുക്കാനും സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള ഒരു സമഗ്ര വികസന മാതൃകയാണ്. എന്നാൽ ഇതിന്റെ വിജയം പൂർണ്ണമായും ഇരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയിലും സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്ക
അച്ചടക്കത്തിലുമാണ്. തുടക്കം മുതൽ കൃത്യമായ അവലോകനവും തിരുത്തലുകളും നടത്തിയാൽ നഷ്ടത്തിലോടുന്ന KSRTCക്കും തകർച്ച നേരിടുന്ന വിപണിക്കും ഒരുപോലെ ഇതൊരു ജീവശ്വാസമായി മാറും.